ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടയാളങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഇടപെടുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യം. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയത്തോട് ഗബ്രിയേൽ സംസാരിക്കുന്ന ഭാഗമാണ് ഇത്. 2 വാക്യം മുമ്പ് 34-ാം വാക്യത്തിൽ മറിയം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എന്നാണ്. മറിയത്തിൻ്റെ സംശയത്തിന് നിവാരണം നൽകുകയാണ് സ്വർഗം. അതിനായി കോട്ട് ചെയ്യുന്നത് ഇളയമ്മയായ എലീഷ്ബയെ. വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6-ാം മാസമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന നിന്റെ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന്. പുരുഷനെ അറിയാത്ത നീ, കന്യകയായ നീ ദൈവപുത്രന് ജന്മം നൽകുമെന്ന് സ്വർഗം ഉറപ്പിക്കുകയാണ്. ഇത് മറിയത്തോട് സ്വർഗം കാണിക്കുന്ന ഒരു കരുതലും കരുണയുമാണ്. അവിശ്വാസത്തിൻ്റെ, സംശയത്തിൻ്റെ ഒരു പൊട്ടും പൊടിയും പോലും മറിയത്തിൽ ശേഷിക്കാതിരിക്കാൻ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും സ്ഥിരീകരണം നൽകുന്നത് പോലെ ഒരനുഭവം. അവളുടെ സംശയത്തെ പൂർണ്ണമായും മാറ്റാൻ സൂചന നൽകുകയാണ്. നീ എലിസബത്തിലേക്ക് നോക്ക്, അവളിതാ ഗർഭം ധരിച്ചിരിക്കുന്നു, അവൾക്കിത് 6-ാം മാസമാണ്. ഇവിടെ നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. കർത്താവേ, ഏറെ സംശയങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ, വഴിമുട്ടിപ്പോകുന്ന അനുഭവം ജീവിതത്തിലുണ്ടാകുമ്പോൾ, അടയാളങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് നീ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് തിരുമുമ്പാകെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ അധികാരത്തെ, നിന്റെ പദ്ധതികളെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. സംശയങ്ങൾ ഏറിപ്പോകുന്ന നേരത്ത്, പലതിനെക്കുറിച്ചും വ്യക്തതയില്ലാതെ ഞങ്ങൾ ഉഴലുന്ന നേരത്ത്, തീരുമാനമെടുക്കാനാകാതെ ഞങ്ങൾ വലയുന്ന നേരത്ത്, കർത്താവേ, നിന്റെ ദൂതഗണങ്ങൾ ഞങ്ങൾക്കായി അടയാളങ്ങളുടെ, അത്ഭുതങ്ങളുടെ സൂചനകൾ നൽകട്ടെ. അടയാളങ്ങൾക്കായി, അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനാണ്. കർത്താവേ, സംശയത്തിൻ്റെ ലവലേശമില്ലാതെ പൂർണ്ണമായും നിന്റെ പദ്ധതികളിൽ ശരണപ്പെടാനും നീ നടത്തുന്ന വഴികളിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ ഒരുക്കും വിധം ഞങ്ങളുടെ വഴികളിൽ നീ കൃപ ഒരുക്കി വെക്കണമേ, അത്ഭുതങ്ങൾ ഒരുക്കി വെക്കണമേ. മറിയത്തിന് സ്ഥിരീകരണമായി, ഉറപ്പായി എലിസബത്തിൻ്റെ വന്ധ്യ എന്ന് കരുതപ്പെട്ടിരുന്ന, വന്ധ്യ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന എലിസബത്തിൻ്റെ ജീവിതത്തിലെ ഇടപെടൽ നീ കാണിച്ചു കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ചുറ്റുമുള്ളവരിലും ഞങ്ങളുടെ ജീവിതങ്ങളിലും നീ നടത്തുന്ന ഇടപെടലുകൾ ഞങ്ങൾക്ക് സാക്ഷ്യമാകട്ടെ, ഞങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ ബലമാകട്ടെ. കർത്താവേ, ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അധിക ഇടപെടൽ, ഒരു അത്ഭുതം, ഒരു അടയാളം വെളിപ്പെട്ട് കിട്ടുന്നതിനും അതിൻ്റെ തുടർച്ചയായി നമ്മുടെ വിശ്വാസം ഇനിയും വർദ്ധിക്കുന്നതിനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.